था, कहाँ थे अब तक साले? टाइम पे पहुँचने का। बस 15 मिनट और भाई। തീയതി കുറിക്കാനാകില്ല. കാരണം കഥയുടെ ആരംഭം ആര് എപ്പോൾ എങ്ങനെ തുടക്കം കുറിച്ചു എന്നറിയാത്തത് കൊണ്ട് തന്നെ. എങ്കിലും സെപ്റ്റംബർ 4, 2015 സത്യം കണ്ടുപിടിക്കാനാണ് കോർണിയ എന്ന വെളിപാടുണ്ടായ തീയതി. കാടിൻ്റെ കഥകളാണ് ഈ കേൾക്കുന്നതെല്ലാം. വിവേചനം കൊണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത നേരിൻ്റെ വാക്കുകൾ. കഥയും സാരവും ഒരേ ഉടലിൻ്റെ കാണാത്തിരുതലയാണ്. അതിൻ്റെ വാലറ്റം കണ്ട് പിന്തുടർന്നാണ് ഞാൻ. മുകളിലേക്ക് എത്തുന്തോറും ഉദ്വേഗം ജനിപ്പിക്കുന്ന ഉടൽ. മനോഹരവും അതിലുപരി ഭയാനകവും. നേർക്കുനേർ മാത്രം കൊമ്പ് കോർക്കുക, തിന്നാൻ വേണ്ടി മാത്രം കൊല്ലുക, കൊലവിളിക്കുക. കാടിൻ്റെ നിറവുള്ള നിയമം ഈ നാൽക്കാലികൾക്കും ഇരകൾക്കുമുണ്ട്. നോഹയുടെ പേടകത്തിലെ നിറവുള്ളവർ ഇവർ മാത്രം. അട്ടപ്പാടിയിലെ ആദിവാസി കോളനിയിലേക്ക് നീളുന്ന കാട്ടുവഴിയാണിത്. നമ്മൾ ഇരുകാലി ഒരാളെ ഇരയാക്കാൻ ആ പുലി നാൽക്കാലി പതിയിരിക്കുന്ന അതേ വഴി. ഇപ്പോൾ എന്നേക്ക് 15 ദിവസം അവസാനത്തെ ഇരയെ കൊണ്ടുപോയിട്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇറ്റ്സ് ലൈക്ക് എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നതായിരിക്കും ശരി. സംശയം തോന്നിപ്പിക്കുന്ന എല്ലാ പൊരുത്തക്കേടുകളും ആ ക്യാമ്പിനുണ്ടായിരുന്നു. അധികം മാധ്യമ പ്രാധാന്യം കൊടുക്കാതെ, അധികം ആരും അറിയാതെ തട്ടിക്കൂട്ടിയൊരൊന്നും. രോഗങ്ങളും വ്യാധികളും ഉള്ളവർക്കായിരുന്നില്ല പരിഗണന. മറിച്ച് എല്ലാം തികഞ്ഞവരുടെ ഒരു സെൻസസ്, എ പെർഫെക്റ്റ് ഹെഡ് കൗണ്ട്. ആരൊക്കെയോ എന്തിനേക്കോ ഒരുക്കം കൂട്ടി ഇറങ്ങിയതുപോലെ കണ്ടുമറന്ന റിയാലിറ്റി ഷോസിലെ ഒരു ടിപ്പിക്കൽ എലിമിനേഷൻ പ്രോസസ്സ്. ഈ ഒരു ദിവസം വരെ ആദിവാസി ഊരിൽ നിന്ന് കാണാതായത് ഒരു നീർക്കെട്ട് പോലും ഇല്ലാത്ത മനുഷ്യ ശരീരങ്ങളാണ്. പുലിയിറങ്ങി 3 പേരെ കാണാതായി എന്ന പ്രചാരണമാണ് ഈ കാടും മേടും നാടും പരക്കെ. ഈ കെട്ടുകഥയുടെ വാലറ്റം മുതൽ അങ്ങ് ഇരുതലയ്ക്ക് താഴെ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. കള്ളപ്രചാരണത്തിനും സത്യത്തിനുമിടയിലെ റിയൽ ഫാക്ട്, ദി ജേർണലിസ്റ്റിക് ഒബ്ജക്ടിവിറ്റി തിരിച്ചറിയാൻ ഇനി ഒരേ ഒരു ദൃശ്യം മാത്രം ബാക്കി.
ഇരുട്ടിലെ നിഴൽക്കൂത്തുകളെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് വെളിച്ചത്തെ അല്ല, ഇരുട്ടിനെ പിന്തുടർന്നേ മതിയാവും. ഇരുളിലെ യാത്രയിൽ ഞാനെന്ന് അന്വേഷിക്കുക എന്തും സംഭവിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഇരുകാലി മനുഷ്യ തീനികളെ കഴുമരത്തിലേറ്റാൻ ഉതകുന്ന തെളിവുകൾ നിയമപീഠത്തിലെത്തിക്കാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. അട്ടപ്പാടിയിൽ പുലി പിടിച്ചുവെന്ന് കരുതിയ ആദിവാസി ബാലനെ കളമശ്ശേരി HMTക്ക് അടുത്ത സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റ് ഹൗസിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ദുരൂഹതയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. കളമശ്ശേരി NAD റോഡിലെ മാധ്യമപ്രവർത്തകന്റെ മരണം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. കേരളത്തിൽ മെഡിക്കൽ ക്യാമ്പിന്റെ മറവിൽ അവയവ തട്ടിപ്പ് നടത്തുന്ന വൻ മാഫിയയിലേക്ക് നീളുന്ന സുപ്രധാന തെളിവുകളെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഇതെന്റെ മാധ്യമധർമ്മം. ചുവന്ന ചായവും മതിക്കുന്ന മല്ലിപ്പൂ കൊണ്ടും മിനുക്കിയെടുക്കുന്ന ന്യൂ ജനറേഷൻ വ്യഭിചാര മാധ്യമധർമ്മമല്ല, പകരം ഇരുളിന്റെ ക്യാൻവാസിൽ നിഴൽക്കൂത്ത് കളിപ്പിക്കുന്നവരെ തേടുന്ന നേരിന്റെ മാധ്യമധർമ്മം.